ദ ബ്രേക്ക് ത്രൂ നെറ്റ്ഫ്ലിക്സിൽ റിലീസായ പുതിയ സ്വീഡിഷ് ക്രൈം ഡ്രാമ ത്രില്ലർ സീരീസ് ആണ് ഇന്ന് ഈ ലിമിറ്റഡ് സീരീസിനെ കുറിച്ച്. 2004 സ്വീഡനിലെ ലിൻഷോപ്പിനിൽ നടന്ന ഒരു ഇരട്ട കൊലപാതകം. 8 വയസ്സുള്ള ഒരു ആൺകുട്ടിയും 56 വയസ്സുള്ള ഒരു സ്ത്രീയുമാണ് മരിച്ചത്. ഇതിന്റെ കേസ് അന്വേഷണമാണ് ഈ സീരീസ് പറയുന്നത്. ഈ കേസ് സോൾവ് ചെയ്യാൻ വേണ്ടി നീണ്ട 16 വർഷങ്ങളാണ് സ്വീഡിഷ് പോലീസിന് വേണ്ടി വന്നത്. കൃത്യം പറഞ്ഞാൽ 2004 ക്രൈം നടന്നതെങ്കിലും കൊലയാളിയെ പോലീസിന് പിടിക്കാൻ കഴിഞ്ഞത് 2020. അതിനുവേണ്ടി തന്റെ ജീവിതം തന്നെ ഒഴിഞ്ഞുവെച്ച അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്നു ജോൺ. കേസ് കണ്ടുപിടിക്കാൻ വേണ്ടി അയാൾക്ക് സഹായകരമായത് ജീനിയോളജിസ്റ്റായ പെറിന്റെ ഹെൽപ്പ് കൊണ്ടുകൂടിയാണ്. എന്താണ് ജീനിയോളജി എന്നതിനെ കുറിച്ച് അറിയാത്തവർക്ക് അത് ഇത്തരത്തിലുള്ള ക്രൈമുകൾ സോൾവ് ചെയ്യാനായിട്ട് എങ്ങനെ സഹായിക്കുന്നു എന്നതിനെ കുറിച്ച് പുതിയൊരു ഇൻഫർമേഷൻ കൂടി നമുക്ക് ഈ സീരീസ് നൽകുന്നുണ്ട്. എനിക്കും കുറച്ചൊക്കെ പുതിയ അറിവായിരുന്നു. ഈ ക്രൈം ഇൻവെസ്റ്റിഗേഷന്റെ പോലീസ് പ്രൊസീജിയേഴ്സ് ആണ് ഈ സീരീസിലൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. സ്വീഡിഷ് പോലീസിന്റെ ചരിത്രത്തിലെ തന്നെ രണ്ടാമത്തെ വലിയ കേസ് അന്വേഷണമായിരുന്നു ഇത്. സ്വീഡിഷ് പ്രധാനമന്ത്രി ഒലോഫിന്റെ കൊലപാതകത്തിന്റെ അന്വേഷണമാണ് ഒന്നാമത്തേത്. അത് 34 വർഷം എങ്ങാണ്ടാണ് എടുത്തത് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി. ഇത് 16 വർഷവും. ഭയങ്കര ത്രില്ലിങ്ങോ എൻഗേജിങ്ങോ ഒന്നുമല്ല എങ്കിലും എനിക്ക് സീരീസ് ഇഷ്ടപ്പെട്ടു. സ്ലോ ബേണിംഗ് ആണ്. ഇതിലെ ജോൺ പെർ എന്നീ ക്യാരക്ടേഴ്സ്, അത് അഭിനയിച്ച താരങ്ങളുടെ പെർഫോമൻസ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അഭിനയിച്ച എല്ലാവരുടെയും നല്ല പെർഫോമൻസ് തന്നെ സീരീസിലുണ്ട് കേട്ടോ. ആരാണ് കില്ലർ എന്നുള്ള ആ ഒരു ആകാംക്ഷ, അതുപോലെ ഇത് ഒറിജിനൽ സംഭവത്തെ ബേസ് ചെയ്തതാണ്. സോ ഒരു റിയലിസ്റ്റിക് ഫീൽ തരുന്നുണ്ട് സീരീസ്. അതുപോലെ കഥാപാത്രങ്ങളോട് നമുക്ക് തോന്നുന്ന എംപതി, ഇമോഷണൽ അറ്റാച്ച്മെന്റ്, പിന്നെ ആ സ്ഥലം, മഞ്ഞ് മിസ്റ്ററി കോംബോ, ഇതെല്ലാം കൊണ്ട് എനിക്ക് സീരീസ് കാണാനായിട്ട് നല്ല താല്പര്യമായിരുന്നു. ബേസിക്കലി എനിക്ക് സ്ലോ ബേണിംഗ് ത്രില്ലേഴ്സ് ഇഷ്ടവുമാണ്. സോ ഞാനിത് വളരെയധികം എൻജോയ് ചെയ്താണ് കണ്ടത്. ടെക്നിക്കലി നൈസ് ആയിട്ടുള്ള ഒരു സീരീസ് ആണിത്. ക്യാമറ, ലൊക്കേഷൻ ഭയങ്കര രസമാണ് കാണാനായിട്ട്. പിന്നെ ഇതിന്റെ എഡിറ്റിംഗ്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ എല്ലാം കൊണ്ടും ക്ലാസി ഫീൽ തന്നെ സീരീസ് നൽകുന്നുണ്ട്. പ്രൊഡക്ഷൻ ഡിസൈനും കൊള്ളാം. ഭയങ്കര സ്ലോ ആണ് ഈ സീരീസ്. അതുപോലെ ഭയങ്കര എൻഗേജിംഗ് ഒന്നും അല്ല എന്നുള്ളത് ഒരു നെഗറ്റീവ് ആണ്. എല്ലാവർക്കും അതുകൊണ്ട് ഇഷ്ടപ്പെടുമോ എന്ന് എനിക്കറിയത്തില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് ബോർ അടിച്ചേക്കാം. കഥയിലേക്ക് ഇറങ്ങി ചെല്ലാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുകയാണെങ്കിൽ, ഇമോഷൻസുമായിട്ട് കണക്ട് ആകാൻ പറ്റുകയാണെങ്കിൽ നന്നായിട്ട് തന്നെ ഫീൽ ചെയ്യുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ലാത്തവർക്ക് ഇത് വളരെ ഡള്ളായിട്ടുള്ള ഒരു അനുഭവമായിരിക്കാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഒരു വലിയ ഹൈ മൊമെന്റ്സ് ഒന്നും സ്ക്രിപ്റ്റിലില്ല എന്ന് തന്നെ പറയാം. സംഭവം റിയലി നടന്ന കാര്യമാണല്ലോ. ആകമൊത്തം ടോട്ടൽ എനിക്ക് പേഴ്സണലി വലിയ കുഴപ്പമില്ലാത്ത ഒരു വൺ ടൈം വാച്ച് സീരീസ് ആയിരുന്നു ഇത്. ആകെ 4 എപ്പിസോഡ് മാത്രമേ ഈ സീരീസിനുള്ളൂ. 40 മുതൽ 42 മിനിറ്റ് മാത്രമേ ഇതിന് ഓരോ എപ്പിസോഡിനും ദൈർഘ്യമുള്ളൂ. സോ ഒരു സിനിമ കണ്ടു തീർക്കുന്ന പോലെ നിങ്ങൾക്ക് ഒറ്റ ഇരുപ്പിൽ കണ്ടു തീർക്കാവുന്നേ ഉള്ളൂ. ഇതൊരു ലിമിറ്റഡ് സീരീസ് ആണ്. സോ ഒറ്റ സീസൺ കൊണ്ട് തന്നെ ഇതിന്റെ കഥയും കംപ്ലീറ്റ് ആവുന്നുണ്ട്. സ്വീഡിഷ് ആണ് ഇതിന്റെ ഒറിജിനൽ ലാംഗ്വേജ്. ഞാൻ കണ്ടത് ഇംഗ്ലീഷ് ഡബ്ഡ് വേർഷൻ ആണ്. ഇംഗ്ലീഷ് മാത്രമല്ല ഹിന്ദി ഡബ്ബിങ്ങും അവൈലബിൾ ആണ്. എന്നാൽ തമിഴ്, മലയാളം ഡബ്ബിംഗ് ഒന്നും ഇല്ല. സീരീസ് നിങ്ങൾക്ക് നെറ്റ്ഫ്ലിക്സിലാണ് കാണാൻ കഴിയുന്നത്. സ്ലോ പേസ്ഡ് ക്രൈം ഡ്രാമാസ് ഇഷ്ടപ്പെടുന്നവർക്ക് ചിലപ്പോൾ ഇത് ഇഷ്ടമാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ സീരീസ് കണ്ടുള്ളവരാണ് നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. ശരിയെന്നാ.